ബാബയുടെ പ്രസാദം കഴിക്കുന്ന പാലു. ഇപ്പോൾ ബാബ റൂമിൽ പോകാനുള്ള പെർമിഷൻ കിട്ടി സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന്. നമ്മളിപ്പോൾ ബാബ റൂമിലാണ്. അമ്മ അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതിൽ ഐ ആം ദ ഹാപ്പിയസ്റ്റ് ബിക്കോസ് ഷീ ഹാവ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഓൺ ഹെർ. അപ്പോൾ അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി ബിക്കോസ് പാലുവിനെ ഇങ്ങനെ നമ്മൾ അവൾ മുരളിയൊക്കെ കേൾക്കുന്ന വെച്ചാൽ അവൾക്ക് നല്ലൊരു റൊട്ടീൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അവിടെ അവിടെ നോക്ക്, അവിടെ നോക്ക്, അവിടെ നോക്കടേ. പാലുകാര് ചേട്ടന് പാട്ട് പഠിപ്പിച്ചു കൊടുത്തേ. പാലു പാട്ട് പഠിപ്പിച്ചേ. ആ പാട്ട് പാല് പാട്ട് പാടും കേട്ടോ. പാട്ട് പാടിക്കേ. പഠിച്ചിട്ടുണ്ട്. കേറിക്കോ. ഓ ചേച്ചിയുടെ ചെരുപ്പ് അവിടെയാടാ. നമ്മളെവിടെ പോവാ പാലു? എവിടെ പോവാ? നമ്മളെവിടെ പോവാ? ഗീതാമ്മേടെ അടുത്ത് പോവാനോ? അമ്മമ്മേ പാലു നമ്മളെവിടെ പോവാടാ? അമ്മ ഞാനിവിടെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആര്യ പാർവതി. അപ്പോൾ അമ്മ പറയുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ കമ്പനിയിൽ കണ്ട പോലെ ഒരുപാട് പേരായി നമ്മളോട് ചോദിക്കുന്നു. നമ്മുടെ അമ്മ പാലുവിനൊന്ന് പിടിക്കുക പോവില്ല. അപ്പോൾ ഒരുപാട് പേരായി നമ്മളോട് ചോദിക്കുന്നു എന്താ പറയുക നമ്മുടെ പ്രെയർ റൊട്ടീൻ എന്താണെന്നൊക്കെ ഉള്ളത്. അമ്മമ്മ വിളിക്കും. എന്താ ഉമ്മ? ആരാ ഉമ്മ? മേമയാ? ഒരു മിനിറ്റ്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ കണ്ട പോലെ ഒരുപാട് പേരായി നമ്മളോട് ചോദിക്കുന്നു അമ്മയുടെ പ്രെയർ റൊട്ടീൻ എന്താ, അമ്മ എന്താണ് ഈ നോട്ട്ബുക്കിൽ എഴുതുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ചോദ്യങ്ങൾ ഒരുപാടായി നമുക്ക് വരുന്നു. അപ്പോൾ ഇനിയും അത് പറഞ്ഞു തന്നില്ലെങ്കിൽ ഒരു കമൻറ്റിൽ ഒതുക്കുന്നതല്ല എന്നാണ് അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വൈക്കത്ത് എൻ്റെ അമ്മ വീട്, അതായത് എൻ്റെ അമ്മമ്മ ഇപ്പം നിൽക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താണ് ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റർ താമസിക്കുന്ന സ്ഥലം ഉള്ളത് അല്ലേ അമ്മ? അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി സിസ്റ്ററിനോട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചു മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. ദിസ് ഈസ് നത്തിങ് റിലേറ്റഡ് സംതിങ് നിങ്ങൾ അങ്ങനെ ആവണം അതിന് വേണ്ടി എടുക്കുന്ന വീഡിയോ അല്ല. ഇനി അങ്ങനെ ഒരു കമൻറ്റ് നമ്മൾക്ക് എന്താ പറയുക, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനെ വിചാരിച്ച് ചെയ്യുന്നതേ അല്ല. ഇത് എന്താ ആൾക്കാർ ചോദിച്ചതിന് നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു മറുപടി തരുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അമ്മ എന്താ പറയാനുള്ളത്? അതായത് നമ്മൾ ബാബ എന്താണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഞാനൊന്നും പാലുവിനെ എടുത്തോട്ടെ കേട്ടോ. കാര്യങ്ങളൊക്കെ എന്താണ് പിന്നെ നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്ന ആള് ആരാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ 100 ചോദ്യങ്ങളായി. എല്ലാ യൂട്യൂബ് കമന്റിന്റെ അടിയിൽ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ അമ്മ പ്രാർത്ഥിക്കുന്നത് എന്താണ്, അതെന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റുകൾ ധാരാളം. പിന്നെ അല്ലാതെ ആരെങ്കിലും പേഴ്സണലായിട്ട് വരാറുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞു തരുന്നേക്കാൾ കൂടുതൽ അതിൻ്റെ ആധികാരികമായിട്ട് സിസ്റ്ററിന് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നമ്മളൊരു നമുക്കുള്ളോട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മറ്റുള്ളവർ അതിനെ വിശ്വസിക്കണോ വേണ്ടോ എന്നൊന്നുമില്ല, ഫോഴ്സ് ചെയ്യണോ ഒന്നും അതിന് വേണ്ടിയിട്ടേ അല്ലേ വീഡിയോ. സെന്ററും കാര്യങ്ങളൊക്കെ കാണിക്കാം. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് സെന്ററിന്റെ മെയിൻ ആയിട്ടുള്ള സെന്ററിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം മേടിച്ച് ഞങ്ങൾ ബാബയ്ക്ക് വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് സിസ്റ്റർ നിൽക്കുന്ന ഇപ്പം നമ്മൾ എല്ലാവരും പോകുന്ന ഒരു സെൻറ്ററാണ്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഇല്ല നടക്കാനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന്, അമ്മ താമസിക്കുന്ന വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്ററിൻ്റെ വായിൽ നിന്ന് നിങ്ങൾക്ക് അത് കേൾക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അതിൽ ചേരുന്നു അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സിസ്റ്ററിൻ്റെ നമ്പർ നമുക്ക് താഴെ അത് സിസ്റ്ററോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പോവാം. പാലുകൊണ്ട് പോയിട്ട് വരാം.
ബാബ എവിടെ? ബാബ ബാബയ്ക്ക് നമസ്തേ പറ ബാലു. ബാലു നമസ്തേ പറഞ്ഞേ, നമസ്തേ പറഞ്ഞേ. ബാബയ്ക്കൊരു നമസ്തേ പറ. ബാബ എവിടെ? ബാബ ആ കൈയൊന്ന് പുറത്തേക്ക്. അയ്യോ അത് ആ ബാബാന്ന് പറയും. അമ്മ അമ്മ ബാലു ബാബ ബാബാന്ന് പറഞ്ഞു. നമസ്തേ പറയണില്ല. തൊഴുതേ ബാലു, തൊഴു തൊഴു അമ്പാട്ടി തൊഴു. ഓ നമസ്കാര തൊഴു തൊഴു തൊഴു. മെട്ടിക്കുക അത് ശിവനെ എല്ലാരും അങ്ങനെയാ ഭജിക്കുന്നത് അല്ലേ ബാലു? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇവിടെ ബാബയുടെ സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. എനിക്ക് ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി അധികം പറഞ്ഞു തരാൻ അറിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അമ്മയും ഞാനും മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാതെ സിസ്റ്ററിൻ്റെ സെൻറ്ററിൽ വന്ന് സിസ്റ്ററിനോട് ചെന്ന് ചോദിച്ച് നമുക്കിത് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് അറിയാം, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ്, അമ്മ വീടിൻ്റെ തൊട്ടടുത്താണ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടും സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ നമുക്കിതിൻ്റെ പെർമിഷൻ തന്നു, പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. ഇത് സിസ്റ്റർ ക്ലാസ് എടുക്കുന്ന റൂമാണ് കേട്ടോ. സിസ്റ്റർ ഇപ്പോൾ വരും. ഗീത സിസ്റ്റർ എന്നാണ് പേര്. അപ്പോൾ സിസ്റ്റർ നമുക്ക് ആധികാരികമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ അമ്മ? പാലു സിസ്റ്റർ എവിടെ? പാലുവിന്റെ നമ്മുടെ സെന്ററിൽ വന്നു. അപ്പൊ സിസ്റ്റർ ഇങ്ങനെയൊന്നും ഇതുവരെ ഇങ്ങനെയൊന്നും നമ്മൾ ഒരു വീഡിയോ ഒന്നും സിസ്റ്റർ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ വ്ലോഗ് എടുത്തോട്ടെ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു നമുക്ക് ആൾക്കാരിലേക്ക് എന്താണെന്ന് അറിയിക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് നമുക്ക് എടുക്കാം. പാലക്കാട് സെന്ററിനൊക്കെ ഉണ്ട്, യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ്. സിസ്റ്റർ ലൈവ് കൊടുക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. വിശേഷം നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാംസിനൊക്കെ ലൈവ് ഉണ്ടാകാറുള്ളൂ. അപ്പോൾ സിസ്റ്റർ ആര്യ ചോദിച്ചപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സിസ്റ്റർ അതിന് വേണ്ടിയിട്ട് വില്ലിങ് ആയതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ സിസ്റ്ററിനെ കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഇവിടെ വന്നൊരു വീഡിയോ എടുത്ത് നിങ്ങൾ എന്നോട് ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ എനിക്ക് വിഷമമാണ് പറഞ്ഞു തരാൻ പറ്റാത്തതിൽ. അപ്പോൾ ഇന്നാണ് ആര്യയ്ക്കും എനിക്കും എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയത്. അപ്പോൾ വലിയ സന്തോഷമാണ് എനിക്കിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സിസ്റ്റർ, പ്രിയപ്പെട്ട സിസ്റ്റർ നമ്മുടെ ഒപ്പമുണ്ട്. സിസ്റ്റർ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരൂ കേട്ടോ. സിസ്റ്ററെ ഓം ശാന്തി. ഓം ശാന്തി. എല്ലാവർക്കും നമസ്തേ. ആര്യയും ദീപ്തി സിസ്റ്ററും കുറെ കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു ബ്രഹ്മകുമാരീസിനെ കുറിച്ചൊന്ന് ഇൻട്രൊഡക്ഷൻ തരണം. ഇതിൽ കുറേ ആളുകൾ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു സന്ദർഭം നമുക്ക് ഒത്തു കിട്ടിയില്ല. ഞാൻ ചിലപ്പോൾ ഫ്രീ ആവുമ്പം ആര്യ ഉണ്ടാവില്ല ബാംഗ്ലൂരിൽ. പക്ഷെ ഇപ്പം എല്ലാം കോയിൻസൈഡ് ആയിട്ട് വന്നു. അല്പം തിരക്കുണ്ട് ഇവിടെ, എന്നാലും നമ്മൾ സമയം കണ്ടെത്തി. അപ്പം എല്ലാവരെയും മീറ്റ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്നത് ഒരാഗോള വ്യാപകമായിട്ടുള്ള ഒരു ആത്മീയ വിദ്യാലയമാണ്. ഇതൊരു ഈശ്വരീയ സംഘടനയും കൂടിയാണ്. ഇതിൻ്റെ മുഖ്യ ആസ്ഥാനം മൗണ്ട് അബു രാജസ്ഥാനിലാണ്. ഏകദേശം 140 രാജ്യങ്ങളിലായിട്ട് 10,000-ൽ പരം ശാഖകൾ ബ്രഹ്മകുമാരീസിനുണ്ട്. ഈ ഓരോ ശാഖകളിലും നമ്മൾ ചെയ്യുന്നത് ഓരോ വ്യക്തിക്കും പ്രാധാന്യം കൊടുത്ത് എന്താണ് ആധ്യാത്മികത, നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ആധ്യാത്മികതയുടെ പങ്ക് എന്താണ് എന്നുള്ളത് നമ്മൾ പ്രൂഫോട് കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഇവരെ പരിചയമായി എനിക്കിപ്പോൾ ഏകദേശം ഒരു 2 വർഷമായി. അപ്പം നമ്മൾ ആദ്യം ഒരിക്കൽ കഴിഞ്ഞ വർഷം ഐ തിങ്ക് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ റിഫ്രഷേഴ്സിന് ഒരു മൗണ്ട് അബു മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് വന്നവർക്ക് വേണ്ടി, പുതിയ ആളുകൾക്ക് വേണ്ടി. അപ്പം അങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് ദീപ്തി സിസ്റ്ററിനെയൊക്കെ നമുക്ക് ഇവിടെ പരിചയമായത്. ഇവിടെ വന്നിരുന്ന ഒരു സഹോദരൻ, നമ്മൾ ഇവിടെ വരുമ്പോൾ എല്ലാവരെയും നമ്മൾ സഹോദരി സഹോദരൻ, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ സിസ്റ്റർ എന്ന് വിളിച്ചു. അപ്പോൾ സഹോദരി സഹോദരൻ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ആരെയും നമ്മൾ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ ബഹൻ അല്ലെങ്കിൽ ഭായിജി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ കൂടുതലും ഒരു ക്ലോസ് ആണ്, അതുകൊണ്ട് ദീപ്തി സിസ്റ്റർ എന്നാണ് ഈ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മൗണ്ട് അബുവിൽ പോയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിനുശേഷം പിന്നെ നമ്മൾ ഡെയിലിയുള്ള ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ബ്രഹ്മകുമാരീസിൽ നമ്മൾ ഓരോ വ്യക്തിക്കും പ്രാധാന്യം കൊടുത്ത്
ആധ്യാത്മികതയുടെ പങ്ക് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എന്താണെന്നാണ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു പക്ഷി പറക്കണേണ്ട് 2 ചിറക് വേണം. ഒരു ചിറകുണ്ടെങ്കിൽ ഒരിക്കലും ആ പക്ഷിക്ക് പറക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ 2 ഭാഗമാണ്, ഒന്ന് ആധ്യാത്മികതയും ഒരു ഭാഗമാണ് ഭൗതികതയും. അപ്പോൾ പലരും ചിന്തിക്കാറുണ്ട് എന്തിനാണ് നമുക്ക് ആത്മീയത ഭൗതികതയിൽ. പക്ഷെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് നിറയെ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും ടെൻഷൻസ് ഒക്കെ നമുക്ക് വരുന്നത്. ഇന്ന് നമുക്കറിയാം ഏജ് ഓഫ് സ്ട്രെസ്, ഏജ് ഓഫ് ഡിപ്രഷനാണ് ഇപ്പം നമ്മൾ പോകുന്നത്. എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് ടൈം നമുക്കറിയാം ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഈ ഒരു അസുഖത്താൽ വളരെയധികം അവരെ ബാധിക്കുന്നുണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം ഇതുപോലെ നമ്മൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വൺ ഈസ് ഡയറ്റ് നമ്മൾ നോക്കുന്നുണ്ട്, പിന്നെ എക്സസൈസ് നോക്കുന്നുണ്ട്. അത് ഓഫ് കോഴ്സ് നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് നമുക്കത് ഗെയിൻ ചെയ്യാൻ പറ്റും. സിമിലർലി നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ട്രെസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡാണ്. അപ്പോൾ മനസ്സിൽ നിന്ന് തുടങ്ങുന്ന ആ പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മൾ മനസ്സിൽ നിന്ന് തന്നെ കണ്ടെത്തണ്ടേ? അപ്പോൾ മനസ്സിൽ നിന്നും കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമുക്ക് ആത്മീയത നമുക്ക് ആൻസർ തരുന്നത്. ഈ ഒരു പരിഹാരം നമുക്ക് എവിടെ ചെന്നാലും കിട്ടുന്നില്ല. നമ്മൾ ഭൗതികത്തിൽ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, പുറമേ ഉള്ളതിനെ നമ്മൾ കുറേ അകത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആത്മീയതയിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ കഴിവുകൾ, ഉള്ളിലുള്ള ഹിഡൻ ആയിട്ടുള്ള ആ പവേഴ്സിനെ നമ്മൾ വെളിയിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആത്മീയതയിലൂടെ നമുക്ക്, സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. അപ്പം നമ്മുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് മൗണ്ട് ആബുവിലാണെങ്കിലും നമ്മുടെ എല്ലായിടത്തും നമുക്ക് സബ് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുള്ളത് വൈക്കത്താണ്, കോട്ടയം ജില്ലയിൽ വൈക്കത്താണ് ഇതിൻ്റെ ബ്രാഞ്ച്. അപ്പം ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന പഠിത്തം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നവർക്ക് ന്യൂ കമേഴ്സിന് ഒരാഴ്ചത്തെ ക്ലാസ് ആണുള്ളത്. ആ ഒരാഴ്ചത്തെ ക്ലാസ് 1 hour വീതമുള്ള ഒരാഴ്ചത്തെ ക്ലാസ് ആണ് ഉള്ളത്. അത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ അറ്റൻഡ് ചെയ്യും. കാരണം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോവിധ പ്രോബ്ലംസ് ആണുള്ളത്. ഒരു പക്ഷെ അത് ഗ്രൂപ്പിൽ എടുക്കുമ്പോൾ അവരത് വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പേഴ്സണലി അവരെ അറ്റൻഡ് ചെയ്ത് സമയം കണ്ടെത്തി ഈ ബേസിക് ആയിട്ടുള്ള 7 ദിവസത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മൾ മെഡിറ്റേഷൻ എന്നുള്ള ആ ഘട്ടത്തിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെ ഏത് വിഷയത്തിന് നമ്മൾ എടുക്കണം, തിയറി ആൻഡ് ഓൾസോ പ്രാക്ടിക്കൽ ആണ്. അപ്പോൾ തിയറി കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടിക്കലിലേക്ക് പോവുകയാണ്, ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ വീക്ക് നമ്മൾ മെഡിറ്റേഷൻ പഠിപ്പിക്കും. ആദ്യം നമ്മൾ കൂടെ ഇരുന്ന് ആ ഗൈഡഡ് തോട്ട്സിലൂടെ നമ്മൾ കമൻട്രി എന്ന് പറയും, കമൻട്രി കൊടുത്ത് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കും. അതിനുശേഷം പിന്നെ ഓരോരുത്തർക്കും തന്നെ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓൺലി തിങ് വി നീഡ് ഇസ് മൈൻഡ്. നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഇതിന്. നമ്മുടെ മൈൻഡാണ് നമുക്ക് മെഡിറ്റേഷൻ എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സംതിങ് ഡീലിംഗ് വിത്ത് മൈൻഡാണ്. അപ്പോൾ മൈൻഡാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഡെയിലി ഇവിടെ വന്നാലും നമുക്ക് ഇവിടെ മെഡിറ്റേഷൻ റൂമുണ്ട്, മുകളിൽ മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെയുള്ളത് ഡെയിലി ഉള്ള ക്ലാസ്സാണ്. അപ്പോൾ വീഡിയോയിൽ പറയാറുണ്ട്, ദീപ്തി സിസ്റ്റർ മുരളി കേൾക്കാറുണ്ട്. അതിനുശേഷമുള്ള ക്ലാസ് അതിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചു എത്ര സമയങ്ങളിലാണ് ഈ മുരളി എന്താണ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഡെയിലി ഉള്ള ക്ലാസ്സസ് ആണ് നമ്മൾ മുരളി ക്ലാസ്സസ്. ഈശ്വരൻ നമുക്കൊരു ഡെയിലി ഒരു ഗോഡ്ലി സ്റ്റുഡൻറ് ലൈഫ് തന്നിട്ടുണ്ട്. അപ്പോൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡേ മോർണിംഗ് 7 to 8 റെഗുലർലി നമുക്ക് ക്ലാസ്സസ് ഉണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ ഡെയിലി പ്രോബ്ലംസ് വരുന്നുണ്ട്, 1-2 ദിവസം അല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു റെയിനി സീസൺ വരുമ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്നും നമ്മൾ എന്ത് മഴ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി നമ്മൾ കുട കരുതിയിരിക്കും. അപ്പം അതേപോലെ എവിടെ ചെന്നാലും നമുക്ക് പ്രൊഫഷണൽ ലൈഫ് മെയിനായിട്ട് നമുക്ക് പ്രോബ്ലംസ് വരുന്ന പ്രൊഫഷണൽ ലൈഫ് പിന്നെ നമ്മുടെ ഹൗസിലാണ്. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെയുള്ള പ്രോബ്ലംസിന് അങ്ങോട്ട് കൊണ്ടുപോകും, അവിടെ ഉള്ളതിന് ഇങ്ങോട്ട്. ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ് ആണ്. അപ്പം നമ്മുടെ ലൈഫിൽ ഈ പ്രോബ്ലംസ് വരുമ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് വേണം? ഇന്നർ സ്ട്രെങ്ത് വേണം. നമ്മൾ സമ്മർദ്ദം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട്, സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, എക്സ്റ്റേണൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഇന്നർ സ്ട്രെങ്ത് എന്നാണ്. അപ്പോൾ സ്ട്രെസ്സിന് നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. either to reduce external pressure അല്ലെങ്കിൽ ഇന്നർ സ്ട്രെങ്തിനെ കൂട്ടാം. എക്സ്റ്റേണൽ പ്രഷറിനെ നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ നമ്മൾ വലുതാവും തോറും നമുക്ക് പ്രഷേഴ്സ് കൂടിയാണ് വരുന്നത്, അതൊരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. ദ ഓൺലി തിങ് വി ക്യാൻ ഡു ഈസ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇന്നർ സ്ട്രെങ്തിനെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെ പറ്റും? ദാറ്റ് ഈസ് ത്രൂ മെഡിറ്റേഷൻ ഓൺലി. മെഡിറ്റേഷനാണ് നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കുന്നത്.
പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതിനെങ്ങനെ നമ്മൾ ഫേസ് ചെയ്ത് അതിനെ കോപ്പ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാം. ഈ ഒരു മെത്തേഡ്, ഈ ഒരു ടെക്നിക്കാണ് മെഡിറ്റേഷൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പറയാം, ട്യൂണിങ് ഓഫ് അവർ തോട്ട്സ്. നെഗറ്റീവ് അവിടെ ഇവിടെയും ഡൈവേർട്ടഡ് ആയിട്ടുള്ള മൈൻഡിനെ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ട്യൂൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റൂട്ടീനെ കുറിച്ചും ചോദിച്ചായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ്. അതായത് 3:30 മണി മുതൽ 4:45 വരെയുള്ള സമയമാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളത് ചോദ്യം വരും. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ ഒരു ഏർലി മോർണിംഗ് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യുന്നു എന്ന്. നമ്മൾ നോക്കൂ, എവിടെയെങ്കിലും യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് പോകുന്നത്? രാവിലെ പുറപ്പെടും. അല്ല, ഇവിടെ നിന്ന് ദൂരേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് പുറപ്പെടും. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്, ബ്ലോക്കിൽ പെടാതിരിക്കുക. ആ സമയത്ത് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരിക്കില്ല, നമുക്ക് സ്മൂത്ത് ആയിട്ട് റോഡ്സ് ഇത്തിരി ക്ലിയർ ആയിരിക്കും, നമുക്ക് വേഗം പോകാം. സിമിലർലി ഏർലി മോർണിംഗ് ടൈമിൻ്റെ ഒരു പ്രത്യേകത, എത്ര പാപം ചെയ്തവരാണെങ്കിലും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. കുറച്ച് സാത്വിക് മൈൻഡുള്ള ആളുകൾ എഴുന്നേറ്റ് വരുന്ന സമയം. കൂടുതലും നമുക്ക് ഭക്തി, ഡിവോഷൻ, വർഷിപ്പ് ഇതിലൊക്കെ കുറച്ച് താല്പര്യമുള്ളവർ ആളുകളൊക്കെ ആണെങ്കിൽ ഏർലി മോർണിംഗ് എഴുന്നേൽക്കും. അപ്പം നമ്മൾ ദേവാലയങ്ങളൊക്കെ നോക്കൂ, ക്ഷേത്രങ്ങളെല്ലാം അതിരാവിലെയാണ് തുറക്കുന്നത്. ദേവീദേവന്മാർ അതിരാവിലെയാണ് ഉണരുന്ന സമയം. അപ്പോൾ രാവിലെ ഈ തോട്ട്സിൻ്റെ ട്രാഫിക് പൊതുവെ വളരെ കുറവായിരിക്കും അന്തരീക്ഷത്തിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ തോട്ട്സിന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ സുപ്രീം പവറായിട്ട് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. നമ്മൾ ട്യൂണിങ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ ലോ ഓഫ് എൻട്രോപ്പിയിൽ പഠിച്ചിട്ടുണ്ട്, എനർജി ഓൾവേസ് ഫ്ലോ ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവലാണ്. സോ ലോവർ ലെവൽ മീൻസ് മൈ ദ സെൽഫ്, ഹയർ ലെവൽ എന്ന് വെച്ചാൽ ആ സുപ്രീം പവർ. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആത്മാ ആ ശക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ശക്തിയിൽ നിന്നും പവർ എനിക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ എൻ്റെ ആത്മാവ് വളരെ പവർഫുൾ ആയിത്തീരുന്നു. ഈ ഒരു ശക്തിയാണ്, ബാഹ്യമായിട്ടുള്ള ശക്തിയല്ല, മനസ്സിൻ്റെ പവർ. ഈ ഒരു ശക്തിയാണ് എനിക്ക് ഏത് പ്രതിസന്ധികളെ എനിക്ക് നേരിടാനും അതിൻ്റെ വിജയം നേടാനും എനിക്ക് ഏറ്റവും സഹായിക്കുന്നത്. ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഒരു ബിൽഡിംഗ് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ ബിൽഡിംഗ് വളരെ ചെറുതായിട്ട് കാണും. പക്ഷെ താഴെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ബിൽഡിംഗ് എത്ര വലുതായിട്ട് കാണും. ബിൽഡിംഗ് ചെറുതോ വലുതോ ആകുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആംഗിൾ വിച്ച് ഐ ആം വ്യൂയിങ്. സിമിലർലി എൻ്റെ മനസ്സിൻ്റെ ആ സ്റ്റേജ് ഡൗൺ ആകുമ്പോൾ എനിക്ക് ആ പ്രശ്നം വലുതാകും. മറിച്ച് എൻ്റെ മനസ്സിൻ്റെ ആ സ്റ്റേജ് വളരെ ഹൈ ആകുമ്പം ആ പ്രശ്നം എനിക്ക് ചെറുതാകും. ഇപ്പം മനസ്സിൻ്റെ സ്റ്റേജ് എങ്ങനെ ഹൈയും ഡൗണും ആകുന്നു? ഞാൻ ചിന്തിക്കുന്നതാണ്. അല്ലെ, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് എനിക്ക് ആ പ്രശ്നം വലുതും ചെറുതും ആകുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകുന്നത് അവർ കാരണമാണ്, ഹി ഓർ ഷീസ് റെസ്പോൺസിബിൾ എന്നുള്ളത്. ആക്ച്വലി നമ്മളിന്ന് ചിന്തിച്ചു നോക്കൂ, ആരെങ്കിലും കാരണം എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകുന്നു എന്ന് പറയുന്നത് റൈറ്റ് ആണോ? എൻ്റെ മൈൻഡിലെ ചിന്തകൾ എന്ന് പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ? ഓരോ വ്യക്തിയും ചിന്തിക്കുന്നത് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെയല്ലേ? അപ്പൊ എൻ്റെ ഉള്ളിൽ ദുഃഖം വരുന്നതും ഹാപ്പിനെസ്സും സാഡ് എന്ന് പറയുന്ന ഇറ്റ്സ് ദ സ്റ്റേറ്റ് ഓഫ് മൈ മൈൻഡ്. ആ ഒരു തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനാണ്. മൈൻഡിൻ്റെ ഒരു നേച്ചറാണ്, നമ്മൾ ഈ കണ്ണുകൊണ്ട് എന്ത് കാണുന്നോ ഉടനെ അത് ഇമാജിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു റോസ് ഫ്ലവർ എന്ന് പറയുന്നു, ഹാഫ് വിരിഞ്ഞ റോസ് ഫ്ലവർ, ഉടനെ അത് ഇമാജിൻ ചെയ്തു, മൈൻഡിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ മൈൻഡിൻ്റെ നേച്ചറാണ്, ഇറ്റ് ഇമാജിൻസ്, വിഷ്വലൈസ് ചെയ്യും. ഈ ടെക്നിക്കാണ് നമ്മൾ മെഡിറ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ അതിരാവിലെയുള്ള സമയമാണ്. നമ്മൾ ബ്രഹ്മകുമാരീസിൽ നമ്മൾ രാജയോഗ മെഡിറ്റേഷൻ പഠിച്ചു കഴിഞ്ഞവരുടെ ഡെയിലി റൂട്ടീൻ അതാണ്. രാവിലെ എഴുന്നേക്കും, ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും. അതിനുശേഷം പിന്നെ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ അടുത്തതാണ് നമ്മുടെ ദിവസേനയുള്ള ക്ലാസ്. അതിനെ നമ്മൾ പറയും മുരളി ക്ലാസ്സസ് എന്ന് പറയും. അത് മോർണിംഗ് 7 to 8, ബിക്കോസ് അതൊരു കോമൺ ടൈമാണ് ബിഫോർ. കാരണം എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പം ജോലിക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഇതുപോലെ ശരീരത്തിന് അന്നം കൊടുക്കുന്നോ, ഭക്ഷണം കൊടുക്കുന്നോ. സിമിലർലി നമ്മുടെ മനസ്സിന് നമ്മളൊരു ഡയറ്റ്, നല്ലൊരു പോസിറ്റീവ് കണ്ടന്റ് മനസ്സിന് കൊടുക്കണം. കാരണം ഈ മനസ്സും കൊണ്ടല്ലേ ഞാൻ ഫീൽഡിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള ആളുകളെ ഞാൻ നേരിടേണ്ടി വരും. അപ്പോൾ ഈ പ്രോബ്ലംസ് വരും. അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ശക്തി എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പം നമ്മുടെ പല ബ്രാഞ്ചിലും നമ്മൾ ചിലപ്പോൾ രാവിലെ വരാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഓപ്ഷനായിട്ട് പിന്നെയുള്ള ക്ലാസ്സസ് എടുക്കാറുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന ഓഫ്ലൈൻ ആയിരുന്നു. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഓരോ ബ്രാഞ്ച്
എല്ലാ സ്ഥലത്തും ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കുമ്പോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് അടിച്ചുകൊണ്ട് ബ്രഹ്മകുമാരീസിന്റെ വെബ്സൈറ്റിൽ നമ്മുടെ ബ്രാഞ്ചസ് ഒക്കെ മൊബൈൽ നമ്പർ അതിനകത്ത് ഉണ്ടായിരിക്കും, ലൊക്കേഷൻ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ കോവിഡ് വന്നതിന് ശേഷം ആ ഒരു കാലഘട്ടം ഐ തിങ്ക് 2019 മുതൽ പലർക്കും വന്ന് ക്ലാസ് കേൾക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് സജീവമായി. അങ്ങനെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങി. അപ്പം നമ്മുടെ ദീപ്തി സിസ്റ്റർ അങ്ങനെയാണ്, വൈകങ്കാരി ആണെങ്കിലും ഇപ്പം റീസെന്റ് തൃപ്പൂണിത്തുറയിലാണല്ലോ. അപ്പം അങ്ങനെ ഓൺലൈനിലൂടെ ക്ലാസ് കേട്ട് നമ്മുടെ അടുത്ത് ജോയിൻ ആയിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് എല്ലായിടത്തു നിന്നും നമുക്ക് ജോയിൻ ആകാം. അപ്പൊ നമുക്ക് അതിലൊരു എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് കാണുന്നത് നമുക്ക് ഏത് സമയത്തും ക്ലാസ് കേൾക്കാം. അപ്പൊ യൂഷ്വലി ഞാനിവിടെ 3 ടൈംസ് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ വന്നു പോകാനുള്ള സമയം കാണില്ല. ബട്ട് ഇന്ത്യയിൽ അവർ ദൂരെ ഇരുന്നുകൊണ്ട് ഈ ക്ലാസ് കേട്ടിട്ട് ഇപ്പൊ വീഡിയോ ഉണ്ട്, നമുക്ക് ദൂരെ ആണെന്നുള്ള ഫീല് നമുക്ക് അതിലൂടെ ഒരിക്കലും ഉണ്ടാകില്ല. അപ്പൊ ക്ലാസ് കേട്ടിട്ട് അവർ ഒത്തിരി നല്ല ഗുഡ് എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. കുറെ ആളുകളുണ്ട് വിദേശത്തു നിന്നൊക്കെ, അമേരിക്കയിൽ നിന്നൊക്കെ ക്ലാസ് കേൾക്കുന്നവർ. നമ്മുടെ ഗ്രൂപ്പില് അമേരിക്കയിൽ നിന്നുണ്ട്, ബാംഗ്ലൂരുണ്ട്, അല്ലെ, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എല്ലായിടത്തു നിന്നും. കാരണം നമ്മൾ മലയാളീസ് തന്നെ പലയിടത്തും സ്കാറ്റേഡ് ആയിട്ടുണ്ട്, ജോലി, പ്രൊഫഷൻ, ഫാമിലി ഒക്കെ ആയിട്ട്. അപ്പൊ പലയിടത്തു നിന്നും നമുക്ക് ക്ലാസ്സസിൽ ജോയിൻ ആകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വളരെ നല്ല എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നുണ്ട്. അതാണല്ലോ അവരെ വീണ്ടും അടുപ്പിക്കുന്നത്. ഇപ്പം ഇവിടെ രാവിലെ തന്നെ ഏകദേശം ഒരു 80 ആളുകൾ രാവിലെ ജോയിൻ ആകുന്നുണ്ട്. പിന്നെ നമുക്കൊരു 11 o'clock ബാച്ച് ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഓരോരുത്തരും ബ്രഹ്മകുമാരീസിന്റെ ക്ലാസ് കേട്ടിരിക്കണം. നിങ്ങളുടെ അടുത്ത ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് ക്ലാസ് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാം. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ നമ്പർ ഉണ്ടായിരിക്കും. നമ്മൾ ഓൺലൈനിൽ ക്ലാസ്സസ് കേൾക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് എഫക്റ്റ് നേരെ പോയി ക്ലാസ് കേൾക്കുന്നതാണ്. ബിക്കോസ് നമ്മളൊരു വ്യക്തിയെ കണ്ട് സംസാരിക്കുമ്പം ഒരു ട്രാൻസ്ഫർ ഓഫ് ഇന്റേണൽ എനർജി ഉണ്ടായിരിക്കണം. മറ്റേത് നമ്മളൊരു മെഷീൻ എത്രയായാലും വീഡിയോ ഇട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു എനർജി ട്രാൻസ്ഫർ നമ്മൾ നേരെ മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കുമ്പോഴാണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, അല്ലേ? സമയം നമുക്ക് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നമ്മൾ പല കാര്യങ്ങളും പിന്നെ ആകാം എന്ന് പറയും. നമ്മൾ എപ്പോൾ വരേണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളുടെ ഈ ലൈഫിൽ നമ്മൾ നല്ലൊരു സമയം നമുക്ക് വേണ്ടി, നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ആര്യനെയും ദീപ്തി സിസ്റ്ററിനെയും നമുക്ക് പരിചയമായി 2 year ആയി. ഇപ്പൊ ഞങ്ങൾ ഇവിടെ റെന്റൽ ബിൽഡിങ്ങിലാണ്. അപ്പം ഞങ്ങൾ റീസെന്റ് ഇവിടെ ഒരു സ്ഥലം മേടിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേയിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ആര്യായിരുന്നു അതിന്റെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പൊ ആര്യാണ് അതിൽ മോഹിനിയാട്ടം പ്രസന്റ് ചെയ്തത്. അങ്ങനെ 2 വർഷത്തെ പരിചയമാണ്. അപ്പൊ ഒത്തിരി കാലമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സിസ്റ്ററെ പറയണം. അപ്പൊ ഇപ്പൊ ഇന്നലെ 2 ദിവസമായിട്ട് വായിക്കത്തുണ്ട് ആര്യ. അപ്പൊ എന്റെയും ടൈമും കൂടി രണ്ടും കൂടി മാച്ച്. സിസ്റ്റർ ഈ സാറ്റർഡേ നമുക്ക് വീണ്ടും മൗണ്ട് അബുവിലേക്ക് പോവാണല്ലേ? ഈ സാറ്റർഡേ ഞങ്ങൾ മൗണ്ട് അബുവിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മൗണ്ട് അബുവിലാണ്. അപ്പോൾ ഒരു ഇയർലി 1 or 2 times ഞങ്ങൾക്ക് പോകേണ്ടി വരും. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് പേരുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ സാറ്റർഡേ ഈവനിങ് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഈവനിങ് പോയിട്ട് ഞങ്ങൾ ആഫ്റ്റർ 12 days ആണ് റിട്ടേൺ. 22 ആണ് ഞങ്ങൾ റിട്ടേൺ വരുന്നത്. ഞാൻ രാവിലെ ക്ലാസ് കേൾക്കാൻ പറ്റാത്തവർക്ക് 7:30 ക്ലാസ് രാവിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് 7 to 8, പിന്നെ 11 to 12. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ രാവിലെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്ന് കേൾക്കുന്നതിന്റെ ബെനിഫിറ്റ്, രാവിലെ ഇപ്പൊ എല്ലാവരും ഫുഡ് കുക്കിംഗ് ആയിരിക്കും. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് ഞങ്ങൾ ക്ലാസ്സസ് കേട്ട് ചെയ്യുമ്പോൾ ഈവൻ വൈൽ കുക്കിംഗ് ഓൾസോ നമുക്ക് പോസിറ്റീവ് ചിന്തകൾ. ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടന്റ് ഓഫ് പോസിറ്റീവ് തോട്ട്സ് ആണ്. അപ്പൊ വൈൽ കുക്കിംഗ് ഓൾസോ അവരുടെ മൈൻഡിൽ ഈ പോസിറ്റീവ് തോട്ട്സ് ഉള്ളതുകൊണ്ട് ആ തോട്ട്സ് ആണല്ലോ വൈബായിട്ട് ഫുഡിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചിന്തയോടെ ഫുഡ് ഉണ്ടാക്കുന്നോ ആ വൈബ്രേഷൻസ് ആ ഫുഡിൽ വരും. ആ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആരോഗ്യവും ലഭിക്കുകയാണ്. വീണ്ടും എൻ്റെ മൈൻഡ്, ഫുഡ് സോ ദ മൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന അന്നത്തിന്റെ പ്രഭാവം തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിൽ വരും. അപ്പോൾ എല്ലാവരും കുറെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ എല്ലാ സിസ്റ്റർ വളരെ നീറ്റായിട്ട് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നോട്ട് ബുക്കിൽ എഴുതുന്ന
ബാലു ഗാനമേള അടുത്താണ്. പിന്നെ ബുക്കിൽ എഴുതുന്ന എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ എന്താണ് എഴുതുന്നതെന്നും അതിൻ്റെ റീസൺ എന്താണ്, അങ്ങനെ എഴുതുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് സിസ്റ്റർ പറയും. പിന്നെ നിങ്ങൾ ഫുഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രഹ്മകുമാരീസിൽ ഫുഡിൻ്റെ രീതികൾ എന്തൊക്കെയാണ് അതും കൂടെ സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സിസ്റ്ററിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുക. സിസ്റ്ററുമായിട്ട് സെൻറ്ററിലെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നേരിട്ട് സംസാരിക്കാവുന്ന. അപ്പോൾ സിസ്റ്റർ, നമുക്കറിയേണ്ടത് നമ്മുടെ എഴുതിയിരിക്കുന്ന നോട്ട് ബുക്ക്, ആ നോട്ടിൽ നമ്മൾ എഴുതുന്ന പ്രെയർ എന്താണെന്നും എന്തിനാണ് നമ്മൾ എഴുതുന്നതെന്നും നമ്മുടെ ഫുഡ് റൊട്ടീൻ എന്താണ്, എന്തൊക്കെ കഴിക്കാൻ പാടില്ലായ്കയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ നിങ്ങൾ പലതും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ദീപ്തി സിസ്റ്റർ ഡെയിലി എഴുതുന്നത്. അപ്പം പലരും ആ ചോദ്യം ചോദിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ബേസിക് കോഴ്സിൽ ആദ്യത്തെ പാഠം നമ്മൾ സ്വയത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. സെൽഫ്, ഹൂ ആം ഐ എന്നുള്ളതാണ്. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനെന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് ഈ കണ്ണാണ്, മൂക്കാണ്, വായാണ്, ഈ ശരീരമാണ് ഞാൻ. അപ്പാർട്ട് ഫ്രം ദിസ് നമുക്കിന്ന് അറിയാത്തൊരു ചോദ്യമാണ് ഹൂ ആം ഐ. നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്. ഇന്ന് ആകാശത്തിനേക്കാൾ മുകളിൽ മനുഷ്യൻ എത്താൻ പഠിച്ചു, ഭൂമിയുടെ അടിയിൽ എത്താൻ പറ്റൂ, IT ഫീൽഡിൽ വളരെ ഡെവലപ്ഡ് ആണ്. ബട്ട് ഹൂ ആം ഐ എന്നുള്ള പസിൽ ഇന്ന് എല്ലാവരുടെയും ഉള്ളിൽ അൺസോൾവ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് പഠിപ്പിക്കുന്നത് അബൌട്ട് സെൽഫ് റിയലൈസേഷൻ. അപ്പം ഞാൻ ആര്? അപ്പം ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ഊർജം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. അതാണ് നമ്മൾ മലയാളത്തിൽ ആത്മ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സോൾ എന്ന് പറയും. അതെന്താ നമ്മൾ എനർജി അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ എല്ലാ മാംസം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ആ ഊർജമാണ് ആത്മാവ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഡ്വൽ ചെയ്യുന്ന ഒരു ശക്തിയാണത്. ആ ശക്തി ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ സംസാരിക്കുന്നു, കാണുന്നു. അതർവൈസ് കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല. നമ്മളാണ് ആത്മാന്നുള്ള ശക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ കണ്ണിലൂടെ കാണുന്നു, ചെവിയിലൂടെ കേൾക്കുന്നു. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ വിൻഡോയിലൂടെ പുറത്ത് നോക്കുന്നു എന്ന് പറയും. ബട്ട് വിൻഡോ നോക്കണമെന്ന് നമ്മൾ പറയാറില്ലല്ലോ. വിൻഡോ അല്ല നോക്കുന്നത്, ഞാനാണ് വിൻഡോയിലൂടെ നോക്കുന്നത്. ദ സെയിം വേ ഞാൻ ആത്മാവാണ് ഈ കണ്ണുകളിലൂടെ കാണുന്നത്, വാഗുകൊണ്ട് സംസാരിക്കുന്നത്, കൈകാലുകളെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ആത്മാവ് വേറെ, അതാണ് ഞാനെന്ന് പറയുന്നത്. എൻ്റെ എന്ന് പറയുന്നത് ദ ബോഡി മെയ്ഡ് ഓഫ് ഫ്ലെഷ് ആൻഡ് ബോൺസ്, എല്ലാം മാംസം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഈ ബോഡി അല്ലേ. ഈ ബോഡി നമ്മൾ ഒരമ്മയിലൂടെ, അമ്മയിലൂടെ നമ്മൾ ആ കുഞ്ഞ് ഗർഭത്തിലിരുന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ബോഡിയാണിത്. ഈ ബോഡി പെറിഷബിൾ ആണ്. ബട്ട് ദ സോൾ എന്ന് പറയുന്നത് ഇംപെറിഷബിൾ ആണ്. ഇപ്പൊ ഈ ആത്മാവിന് 7 ഗുണങ്ങളുണ്ട്. നമ്മൾ പറയാറുണ്ട് 7 ഗുണങ്ങൾ: നോളജ്, പീസ്, പ്യൂരിറ്റി, ലവ്, ഹാപ്പിനെസ്, ബ്ലിസ് ആൻഡ് പവർ. ഈ 7 ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബ്രഹ്മകുമാരീസിൽ നമ്മൾ പറയുന്ന ഒരു വേർഡാണ് ഓം ശാന്തി. ഓം ശാന്തി എന്ന് പറഞ്ഞ അർത്ഥം, ഓം മീൻസ് ഐ എം എ സോൾ, ശാന്തി മീൻസ് പീസ്. അപ്പം ഞാൻ ആത്മശാന്ത സ്വരൂപനാണ് എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ ഇവിടെ വരുന്നവർക്ക് ഡെയിലി ഒരു വർക്ക് കൊടുക്കാറുണ്ട്. ഈ 7 ഗുണങ്ങൾ നമ്മൾ പലതും ഇത് ഉപയോഗിക്കാറുണ്ട്. സാത്വിക് എന്നുള്ള വേർഡ്. സാത്വിക് എന്ന് വെച്ചാൽ 7 അടങ്ങിയിട്ടുള്ളത്. 7 ഗുണങ്ങളാണ് ആത്മാവിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഗുണങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാൻ ആത്മശാന്ത സ്വരൂപൻ. ഈ ഒരു സ്മൃതി നമ്മുടെ ഉള്ളിൽ വരുമ്പോഴത്തേക്കും ആ സ്മൃതി ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാക്കുകളിലും നമ്മുടെ കർമ്മത്തിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും റിഫ്ലക്റ്റ് ആകും. അപ്പൊ ഇതുപോലെ ഒരു ഡോക്ടർ, ആ ഡോക്ടർക്ക് എപ്പോഴും ഞാൻ ഡോക്ടറാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ആ ഡോക്ടറിന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഡോക്ടർ ഓട്ടോമാറ്റിക്കലി ആരെങ്കിലും കാണുമ്പോൾ ചികിത്സിക്കും. ആർക്കെങ്കിലും വൂണ്ടുണ്ടോ, പെട്ടെന്നൊരു ആക്സിഡന്റ് വന്നു, ഡോക്ടറിന്റെ ഡ്യൂട്ടിയാണ് അത് കൊടുക്കുക എന്നുള്ളത്. അത് ഓട്ടോമാറ്റിക്കലി വർക്ക്ഔട്ട് ആവും ഉള്ളിൽ. അപ്പൊ അതേപോലെ നമ്മൾ ഈ ഓരോ ഇന്നേറ്റ് ക്വാളിറ്റിയുടെ സ്മൃതിയിലിരിക്കുമ്പോൾ നമ്മൾ പറയും അതിനെ അഫർമേഷൻസ് എന്ന് പറയും. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് സംസാരിക്കുന്നതാണ് അഫർമേഷൻസ്. അപ്പൊ നമ്മൾ ഡെയിലി ഒരു അഫർമേഷൻ മനസ്സിൽ കൊടുക്കാൻ പറയും. അപ്പൊ ഞാൻ ശാന്ത സ്വരൂപനായ ആത്മാവ്. പലപ്പോഴും നമ്മൾ ഈ ഹെവി ജോലിയുടെ ഷെഡ്യൂളിൽ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ഞങ്ങൾ പറയും അത് എഴുതാൻ പറയും. എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ മൈൻഡിൽ തറോ ആകുകയാണ്. അപ്പം ഞാൻ ശാന്തസ്വരൂപനാണ് ഒരു 20 ടൈംസ് നമ്മൾ എഴുതാൻ പറയുമ്പോൾ എവറി നൗ ആൻഡ് ദെൻ, അത് ഒരുമിച്ചല്ല, കുറേശ്ശെ ആയിട്ട് നമ്മൾ എഴുതാൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? പീസിന്റെ ഓപ്പോസിറ്റ് ആണ് അഹങ്കാരം. നമുക്ക് ഒരിക്കലും ദേഷ്യപ്പെടാൻ സാധിക്കില്ല. ഞാൻ ദേഷ്യപ്പെടരുത് എന്നുള്ളത് ഞാൻ എനിക്ക് തന്നെ ഒരു അഫർമേഷൻസ് തരികയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോന്നത് എഴുതുമ്പോൾ നമ്മുടെ ആ തോട്ടിനനുസരിച്ച് നമ്മുടെ വേർഡ്സ് മാറും.
ഒരു ദേഷ്യം വരുമ്പോൾ അങ്ങനെയല്ല, ആദ്യം മൈൻഡിൽ, പിന്നെ നമ്മുടെ വേർഡ്സിൽ വരും, പിന്നെ പതുക്കെ ആയിരിക്കും കൈയും കാലും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് മാറ്റാൻ സാധിച്ചുവെങ്കിൽ പിന്നെ അത് വാക്കുകളിലൂടെ വരുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ അതാണ് എഴുതുന്നത്. അപ്പൊ അത് കുറേശ്ശെ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഓരോ ഗുണങ്ങളും ശക്തികളും നമുക്കറിയാതെ തന്നെ നമ്മളിൽ ധാരണ ചെയ്യാൻ പറ്റും, ധരിക്കാൻ പറ്റും. അത് നമ്മുടെ സംസ്കാരമായിട്ട് മാറും. ഇതാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ ചോദിച്ചത് ഡയറ്റിനെ കുറിച്ച് ചോദിച്ചു. നമ്മൾ ബ്രഹ്മകുമാരീസിൽ ഈ ക്ലാസ്സസ് എല്ലാം കേട്ട് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഡയറ്റിനെ കുറിച്ച് പ്രിഫർ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ മെയിനായിട്ട് പറയുന്നത് 7 ഗുണങ്ങളുള്ള സാത്വികാഹാരം എന്ന് നിങ്ങൾ കേട്ട് കാണും. സാത്വികം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 7 ഗുണങ്ങൾ, ആത്മാവിന് അടങ്ങിയിട്ടുള്ള 7 ഗുണങ്ങൾ ഉള്ള ഫുഡ്. ഏത് ഫുഡിലൂടെയാണോ നമുക്ക് 7 ഗുണങ്ങൾ ആത്മാവിന് ബെനിഫിഷ്യൽ ആകുന്നത് അതിനെയാണ് നമ്മൾ സാത്വിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തി, ദേവി അല്ലെങ്കിൽ ദേവന് സാത്വികാഹാരമാണല്ലോ നിവേദ്യമായിട്ട് കൊടുക്കുന്നത്. അത് തന്നെയാണല്ലോ ഭക്തർ കഴിക്കുന്നത്. ദ സെയിം റൂട്ടീനാണ് ഇവിടെ. നമ്മൾ ഓരോരുത്തരും ദേവി ദേവത ആത്മാക്കളാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഈ ശരീരമാകുന്ന ശ്രീകോവിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവാകുന്ന മൂർത്തിക്ക് നമ്മൾ ആ 7 ഗുണങ്ങൾ അടങ്ങിയ സാത്വികാഹാരമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ നോൺ ഉൾപ്പെടില്ല, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, സവോള ഉൾപ്പെടില്ല. ഇതൊന്നും ക്ഷേത്രത്തിൽ എടുത്താൽ ദേവീദേവന്മാര് കഴിക്കാത്ത അന്നമാണ്. അപ്പൊ ഇതൊന്നും അതിൽ ഉൾപ്പെടില്ല. പിന്നെ മീറ്റ്, കാരണം അതിൽ പറയും നമ്മൾ ആനിമൽസിനെ നമ്മൾ അതുവരെ കൊല്ലുമ്പം ഇവരുടെ ഉള്ളിൽ തോട്ട്സ് ഉണ്ട്, ആനിമൽസിന്റെ ഉള്ളിൽ തോട്ട്സ് ഉണ്ട്. അപ്പൊ നാച്ചുറലി അവരുടെ ഉള്ളിൽ ഭയം വരും. ആ ഭയം വരുമ്പം മനസ്സിലെ തോട്ട്സ് ആണല്ലോ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് പോയിസണസ് ഹോർമോൺ സിക്രിയേറ്റ് ആകും. പിന്നെ അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആ പോയിസൺ നമ്മൾ ഇൻടേക്ക് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളത് പറയും. അത് എടുക്കാതിരിക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ആ ഒരു ഡയറ്റ് കീപ്പപ്പ് ചെയ്ത് പോകുന്നതാണ്. ഞങ്ങൾ പുറത്തുള്ള ഫുഡ്സ് സാത്വിക ആഹാരം മാത്രമല്ല, വൺ മോർ ഈസ് ദർ ശുദ്ധമായിട്ടുള്ള ആഹാരം. ശുദ്ധം ആൻഡ് സാത്വിക ആഹാരം. ശുദ്ധം എന്ന് വെച്ചാൽ നമ്മൾ ഏത് അന്നം ഉണ്ടാക്കുന്നോ ആ ഒരു ഓർമ്മയിൽ, ഈശ്വരന്റെ ഓർമ്മയിൽ നമ്മൾ അന്നം ഉണ്ടാക്കുമ്പോഴാണ് ആ അന്നം ശുദ്ധമായിട്ടുള്ള അന്നമാകുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന അന്നം, ആ തോട്ട്സിന്റെ വൈബ്രേഷൻ ആ അന്നത്തിൽ ഉണ്ടായിരിക്കും. ആ അന്നം നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആ അന്നത്തിലൂടെ നമുക്ക് ഹെൽത്ത് നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇന്ന് പലരും നമ്മൾ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ലാതെ സർവൻസിനെ വെച്ച് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഡെയിലി ആ കുട്ടി 2 ചപ്പാത്തി ആയിരിക്കും കഴിക്കുന്നത്. അപ്പം സർവൻ്റ് എന്ത് ചെയ്യും? ഡെയിലി 2 ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കി വെക്കും. ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ്ലി ആയിട്ട് ഈ കുട്ടി പറയും, എനിക്ക് 1 ചപ്പാത്തിയും കൂടി വേണം. ദ ഫസ്റ്റ് തോട്ട് ആ സർവൻറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്, അയ്യോ ഞാനിനി 1 ചപ്പാത്തിക്ക് വേണ്ടി മാവ് കുഴയ്ക്കണമല്ലോ. ആ തോട്ടോട് കൂടി ആ ചപ്പാത്തി ഉണ്ടാക്കി അത് കഴിക്കുമ്പം ആ തോട്ട്സിന്റെ എന്ത് വൈബ്രേഷൻസ് ആ അന്നത്തിലൂടെ ആ കുട്ടിയുടെ മൈൻഡിനെ ബാധിക്കും. നമ്മൾ അവരെ ഇന്റലക്ച്വലി ഡെവലപ്ഡ് ആകാൻ വേണ്ടി സ്കൂളിലേക്ക് വിടുകയാണ്. ബട്ട് നമ്മൾ അവരുടെ ഇമോഷണൽ ഹെൽത്തിനെ ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് സർവൻറ്റ് മദർ ആണെങ്കിലോ, ആ കുഞ്ഞ് ചോദിക്കുമ്പോൾ അമ്മ എത്ര സ്നേഹത്തോടെ ഉണ്ടാക്കി തരും. ആ ലവ്, അതാണ് കുഞ്ഞിന് ഇമോഷണൽ ഹെൽത്തായിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ എത്ര വലുതായാലും നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരം, അതൊരു കഞ്ഞിയാണെങ്കിലും സ്നേഹത്തോടെ തരുന്നത് നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. ബിക്കോസ് ആ ആഹാരത്തിൽ ഒരു വാല്യൂ അടങ്ങിയിട്ടുണ്ട്, ലവ്, അഫെക്ഷൻ എന്നുള്ള വാല്യൂ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പറയുന്നത്, നമ്മൾ അന്നം ഉണ്ടാക്കുമ്പോഴും ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും ശുദ്ധമായ ചിന്തകളിലൂടെ വേണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ. ഓക്കെ. അപ്പോൾ സിസ്റ്റർ അതുകൊണ്ട് മൗണ്ട് അബൂലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. എല്ലാം ഷീജ സിസ്റ്റർ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ പറയണ്ടായി, എല്ലാം കപ്പ വറുത്തതും കായ വറുത്തതും എല്ലാം ഉണ്ടാക്കിയല്ലേ കൊണ്ടും. അതെ, ഞങ്ങളിപ്പോൾ മൗണ്ട് അബൂല് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 days ട്രെയിനിൽ ട്രാവൽ ചെയ്യണം. ഈവൻ ദെൻ നമ്മൾ പുറമേയുള്ള ഒരു ഫുഡ്സും കഴിക്കില്ല. നമ്മൾ വളരെ ശുദ്ധമായിട്ട്, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അത്രയും ശുദ്ധം വേറെ എങ്ങും വരില്ലല്ലോ. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ആരൊക്കെ പോകണോ അവർക്കെല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ അവരും വന്ന് ഹെൽപ്പ് ചെയ്യും. ഈവൻ എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസ്, സ്നാക്സ്, പിന്നെ ഇടയിൽ കഴിക്കാനുള്ള ഇഡലി, ചപ്പാത്തി, ചോറ്, അതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതൊരിക്കലും ആകുന്നില്ല. വരും, നമുക്ക് ബാബാ റൂമിൽ പോവാം. പാലുവിന്റെ അച്ഛൻ എന്നാ പറയാ. പാലു
പോവാം, ബാബാ റൂമിൽ പോവാം. ദേ, ഒരു നമസ്തേയും കൂടെ പറഞ്ഞേ ഇവിടെ. ദേ, അമ്പാട്ടിയോട് ഒരു നമസ്തേ കൂടെ പറഞ്ഞേ. അയ്യോട് ബാലു, നമ്മളെവിടെ പോവാ? ബാബാ റൂമിൽ പോവാം. അപ്പോൾ ബാബാ റൂമിൽ പോകാനുള്ള പെർമിഷൻ കിട്ടി സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ബാബാ റൂമിലാണ്. നമുക്ക് ഫാൻ ഇടാം ബാലു, ഫാൻ ഇടാം. അപ്പോൾ ഞാനിങ്ങനെ നോട്ട് ഇൻ ടു ഇത് ക്ലാസ്സസ് ആൻഡ് ഓൾ. യാ, ഐ എം നോട്ട് ഇൻ ടു ക്ലാസ്സസ് ആൻഡ് ഓൾ. വേറൊന്നുമല്ല, എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ഒട്ടും സമയം കണ്ടെത്താൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കയറാത്തത്. അപ്പോൾ അമ്മ അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതിൽ ഐ ആം ദ ഹാപ്പിയസ്റ്റ് ബിക്കോസ് ഷീ ഹാവ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഓൺ ഹെർ. അപ്പോൾ അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി ബിക്കോസ് പാലുവിനെ ഇങ്ങനെ നമ്മൾ അവൾ മുരളിയൊക്കെ കേൾക്കുന്ന വെച്ചാൽ അവൾക്ക് നല്ലൊരു റൊട്ടീൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ പാലു കളിക്കുന്നുണ്ട് ബാബാ റൂമിൽ. ദൈവമേ സ്റ്റെപ്പുണ്ട്, ഞാൻ വേഗം അവളെ പോയി എടുക്കട്ടെ. പാലു, പാലു, ബാബയ്ക്ക് നമസ്തേ പറഞ്ഞേ പാലു. പാലുവിൻ്റെ ബാബയ്ക്ക് മിടിക്ക് കൈകൊട്ടി പ്രാർത്ഥിക്ക്. കൈകൊട്ടി പ്രാർത്ഥിക്കണ എങ്ങനെ പാലു? ചേച്ചിയുടെ പാച്ചാണ്. അപ്പോൾ ഇവിടെ പാലും അമ്മ എപ്പോഴും വരുമ്പോഴും സിസ്റ്റർ കസ്റ്റാർഡ് കൊടുക്കും. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ വൈക്കത്തല്ലേ വഴി കല്യാണിയുടെ അവിടെ താമസിക്കുമ്പോഴോ അവിടെയാണെന്ന് തോന്നുന്നു എപ്പോഴും അമ്മ ഇതെനിക്ക് ഉണ്ടാക്കി തന്നൊരു ഓർമ്മ. പക്ഷേ എനിക്ക് പിന്നെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. പിന്നെ ഹോസ്റ്റൽ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് പോകും. പക്ഷെ ഇപ്പം ഇന്ന് ഞാൻ സിസ്റ്ററിനോട് ഫോണിൽ കൂടെ ഒരു പരാതി അമ്മയെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച പ്രകാരം സിസ്റ്റർ എനിക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കണ്ടോ, എന്ത് വേണം എനിക്കിനി? നോക്ക് സിസ്റ്റർ, ഇതെന്താ പക്കാവടയാ? ക്യാബേജ് ബജ്ജിയാ? അത് കൊള്ളാം. നോക്ക്, അമ്മ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സിസ്റ്റർ മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കും, ഭയങ്കര രുചിയാണ്. ആ സിസ്റ്ററാണോ മറ്റേ കാത്തൊലി കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയത്? ഇന്നലെ ഉണ്ടാക്കി, അതിന്റെ വ്ളോഗ് ഇന്ന് 7 മണിക്ക് വരുന്നുണ്ട്. ക്യാബേജ് ബജ്ജി വിളിക്കണ്ട കാര്യം അറിഞ്ഞില്ല, ഇനി ശല്യപ്പെടുത്താൻ ബാബയുടെ സെന്ററിലെ പ്രസാദം സിസ്റ്റർ ഉണ്ടാക്കും. കണ്ടാ, ഇതെന്താന്ന് ആരെങ്കിലും പറയുമോ? ക്യാബേജ്. ഇത് സിസ്റ്റർ ഇപ്പൊ ടയേർഡ് ആയതുകൊണ്ടാണ് ബാബയുടെ ഇവിടെ ഉണ്ടാക്കുന്ന കൊറേ കുക്കിംഗ് ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു. ഇടയ്ക്ക് കാണിച്ചു തരാട്ടോ. ഇപ്പൊ സിസ്റ്റർ മൗണ്ടബൂന് പോണ ഹെവി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചിരിക്കാം. കാണിച്ചു തരാട്ടോ. ഇതുണ്ട്, ഞാൻ കൊതിച്ചിരിക്കുകയാണ് അമ്മ. പാലു ചേച്ചി കഴിക്കണ്ട. ബാബയുടെ പ്രസാദം കഴിക്കുന്ന പാലു. അപ്പോൾ ഇതാ ചോദിച്ച പ്രകാരം വാക്ക് പാലിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ മൗണ്ട് അബു ആണ്, രാജസ്ഥാൻ. അപ്പോൾ അവിടെ പോകുമ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ്, പുറത്തുനിന്ന് കഴിക്കാത്തത് കൊണ്ട്. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. എനിക്കും കിട്ടി 2 എണ്ണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വ്ളോഗ്.